Good morning, children. So, today's video we can discuss about the operational mode of 8254. So, in the last class we had discussed about the main architecture and main features of 8254, which is 8254, which is a programmable interval timer. Okay. So in this video we can discuss about operational modes, and in the last class I had discussed that it has 6 operational modes. So there are 6 operation modes, different modes in 8254, that is starting from mode 0 to mode 5. And mode 0 is interrupt on terminal count. Mode 1 is programmable monoshot. Mode 2 is rate generator. Mode 3 is square wave rate generator. Mode 4 software triggered stop, and mode 5 hardware triggered stop. So these are the 6 programmed modes of 8254. So let us discuss in brief, and also each mode contains waveforms. So first of all, it is mode 0. We call it as interrupt on terminal count. Okay. So ഈ മോഡിൽ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ബേസിക്കലി ഇറ്റ് ഈസ് കോൾഡ് ആസ് ഇൻട്രപ്റ്റ് ഓൺ ടെർമിനൽ കൗണ്ട്. ബേസിക്കലി ഒരു ഇൻട്രപ്റ്റ് ആയിട്ടാണ് ഇത് ആക്ട് ചെയ്യുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ it is used to generate an interrupt to the microprocessor after a certain interval. ഒരു പെർട്ടിക്കുലർ ഇൻ്റർവൽ കഴിഞ്ഞാൽ ഇതെന്താ ഒരു മൈക്രോ പ്രോസസ്സറിന് ഒരു ഇൻട്രപ്റ്റ് ആയിട്ട് ജനറേറ്റ് ചെയ്യും. ഓക്കെ, അപ്പം ഇതെങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒരു മോഡിൽ 3 സിഗ്നൽസാണ് മെയിൻലി യൂസ് ചെയ്യാം. ഒന്ന് ആ ആർക്കിടെക്ചറിൽ നമ്മൾ പഠിച്ച പോലെ തന്നെ കൗണ്ടർ രജിസ്റ്ററിൽ 3 സിഗ്നൽസ് വരുന്നുണ്ട്. ഒന്ന് ഔട്ട്, ഒന്ന് ഗേറ്റ്, ആൻഡ് ദി നെക്സ്റ്റ് വൺ ഈസ് ദി ക്ലോക്ക്. അപ്പോൾ ഈ 3 സിഗ്നൽസാണ് മെയിൻലി കൗണ്ടറിൽ വരുന്നത്. അപ്പോൾ ഈ 3 സിഗ്നൽ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിഫറെൻറ്റ് മോഡ്സ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് ഇനീഷ്യലി ദ ഔട്ട്പുട്ട് ഈസ് ലോ. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ലോ ആയിരിക്കും. ആഫ്റ്റർ ദ മോഡ് ഈസ് സെറ്റ്. അപ്പോൾ മോഡ് സെറ്റ് ആകുമ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ലോ ആയിരിക്കും. ആൻഡ് ദിസ് ഔട്ട്പുട്ട് റിമെയിൻസ് ലോ ആഫ്റ്റർ ദ കൗണ്ട് വാല്യൂ ഈസ് ലോഡഡ് ഇൻ ടു ദ കൗണ്ടർ. അതായത് ഈ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്ന സിഗ്നൽ ലോ തന്നെയായിരിക്കും ആഫ്റ്റർ ദ കൗണ്ട് വാല്യൂ ഇസ് ലോഡഡ് ഇൻ ടു ദ കൗണ്ടർ. എപ്പോഴാണോ ഒരു കൗണ്ട് വാല്യൂ കൗണ്ടറിലേക്ക് ലോഡ് ആവുന്നത് അവിടുന്ന് മുതൽ നമ്മൾ ഔട്ട്പുട്ട് ലോ തന്നെയായിരിക്കും. And the process of decrementing the counter continues till the terminal count is reached. That is, the count becomes 0 and the output goes high and will remain high until it reloads a new count. അതായത് നമ്മൾ പറഞ്ഞു ഒരു കൗണ്ട് വാല്യൂ നമ്മൾ കൗണ്ടറിൽ കൊടുക്കുന്ന മുതൽ നമ്മൾ ഔട്ട്പുട്ട് ലോ ആയിരിക്കും. ആൻഡ് ഇപ്പോൾ സപ്പോസ് നമ്മൾ കൗണ്ട് ഇപ്പോൾ 10 5 കൊടുത്ത് വിചാരിച്ചു. അപ്പോൾ 5 കൊടുക്കുമ്പം അത് ഓട്ടോമാറ്റിക്കലി ഓരോ സൈക്കിളിൽ അത് ഡിക്രിമെൻ്റ് ആയി വരും. അപ്പം വെൻ ഇറ്റ് റീച്ചസ് 0 ആ ടൈമിൽ നമ്മൾ ഔട്ട്പുട്ട് സിഗ്നൽ ഹൈ ആവും ആൻഡ് വിൽ റിമെയിൻ ഹൈ അൺടിൽ ദി പുതിയൊരു കൗണ്ട് കൊടുക്കുന്നവരെ ഹൈ ആയിരിക്കും. പിന്നെ ആ പ്രോസസ്സ് റിപ്പീറ്റ് ആവും. ആദ്യം പുതിയൊരു കൗണ്ട് കൊടുക്കുമ്പോൾ അത് ലോ ആവും, പിന്നെ 0 ആകുമ്പോൾ അത് ആദ്യം ഹൈ ആവും. ഇങ്ങനെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ദ ഗേറ്റ് സിഗ്നൽ ഇസ് ഹൈ ഫോർ നോർമൽ കൗണ്ടിങ്, ആൻഡ് വെൻ ദ ഗേറ്റ് ഗോസ് ലോ ദ കൗണ്ടിങ് ഈസ് ടെർമിനേറ്റഡ് ആൻഡ് ദി കറണ്ട് കൗണ്ട് ഈസ് ലാച്ച്ഡ് ടിൽ ദ ഗേറ്റ് ഗോസ് ഹൈ അഗെയിൻ. അതായത് ഗേറ്റ് സിഗ്നൽ ആക്റ്റീവ് ഹൈ തന്നെയായിരിക്കും, നോർമലി ഹൈ തന്നെയായിരിക്കും കൗണ്ടിങ്ങിൽ. അതെപ്പോഴാണ് ലോ ആവുക എന്ന് വെച്ചാൽ നമ്മൾ വെൻ ഗേറ്റ് ഗോസ് ലോ കൗണ്ടിങ് ഈസ് ടെർമിനേറ്റഡ്. എപ്പോഴാ അത് ലോ ആവുന്ന ടൈമിൽ നമ്മൾ കൗണ്ടിങ് അപ്പം ടെർമിനേറ്റ് ആവും. ഓക്കെ, ദിസ് ഈസ് അബൌട്ട് മോഡ് 0. അതിൻ്റെ വേവ് ഫോമും തന്നിട്ടുണ്ട്. ആ വേവ് ഫോമിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ക്ലോക്ക് സിഗ്നലാണ്. ക്ലോക്ക് സിഗ്നലിൻ്റെ താഴെ റൈറ്റ്, അതായത് റൈറ്റ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കൗണ്ട് 5 കൊടുത്തിട്ടുണ്ടെങ്കിൽ
നമ്മൾ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് സിഗ്നൽ ലോ ആയിരിക്കും. ആൻഡ് ആ ക്ലോക്ക് സൈക്കിളിൽ കാണാം 6, 5, 4, 3, 2, 1 അത് ഡിക്രിമെൻ്റ് സ്റ്റേജിൽ 1 കഴിയുമ്പോൾ when it comes to 0 the output signal goes high. ഗേറ്റ് സിഗ്നൽ മൊത്തം ഹൈ തന്നെയായിരിക്കും കൗണ്ട് വാല്യൂ ടെർമിനേറ്റ് ആവുന്ന വരെ. ഓക്കെ. Now the second mode of operation is mode 1, that is programmable one shot. So ഇതിൽ it is also called as programmable one shot or monostable multi-vibrator. രണ്ട് നെയിം ഉണ്ട്. ഒന്ന് പ്രോഗ്രാമർ വൺ ഷോട്ട് മോഡും മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററും ഉണ്ട്. ഓക്കെ. സോ ഇതിലെന്താണ് പറയുന്നത് വെച്ചാൽ മെയിൻലി നമ്മൾ ഗേറ്റ് ഇൻപുട്ടാണ് ഇതിൻ്റെ ട്രിഗർ ഇൻപുട്ടായിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് ഹിയർ ഇതിൽ നമ്മൾ ഔട്ട്പുട്ട് എപ്പോഴും ഹൈ ആയിരിക്കും until the count is loaded and a trigger is applied. അതായത് ഔട്ട്പുട്ട് വാല്യൂ ഫസ്റ്റ് തന്നെ ഹൈ ആയിരിക്കും. എപ്പോഴാണോ കൗണ്ട് വാല്യൂ ലോഡ് ആവുന്ന ആ ടൈമിൽ അത് ലോ ആവും. നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഓക്കെ. ആൻഡ് ഇൻ മോഡ് 1 ആഫ്റ്റർ സെൻഡിങ് ദി 0 to 1 pulse to gate, out becomes low and stays low for a duration of count, then becomes high and stays high until the gate is triggered again. അതായത് ഇത് എന്താ പറയുന്നത് വെച്ചാൽ ഒരു 0 to 1 പൾസ് നമ്മൾ ഗേറ്റിൽ കൊടുക്കുമ്പോൾ നമ്മൾ ഔട്ട് വാല്യൂ ഇറ്റ് ബിക്കംസ് ലോ ആവും. ആൻഡ് അത് എത്ര വരെ അത് ലോ ആയി തന്നെ കിടക്കും ഒരു പെർട്ടിക്കുലർ ഡ്യൂറേഷൻ ഓഫ് എ കൗണ്ട് വരെ. പിന്നെ അത് ഹൈയിലേക്ക് പോകും ആൻഡ് സ്റ്റേസ് ഹൈ അൺടിൽ ദ ഗേറ്റ് ഈസ് ട്രിഗേർഡ് അഗെയിൻ. ഗേറ്റ് ട്രിഗർ ആവുന്നവരെ അത് ഹൈ ആയിട്ട് തന്നെ നിൽക്കും. ഓക്കെ. ആൻഡ് ദിസ് ഈസ് ദ വേവ് ഫോം. ഒരു W റൈറ്റ് ബാർ ഉണ്ട്. റൈറ്റ് ബാറിൽ നമ്മൾ N3 കൊടുക്കുമ്പോൾ നമ്മളെ ഗേറ്റ് വാല്യൂ, ഇപ്പോൾ ഗേറ്റ് എന്ന് പറയുന്നത് ഗേറ്റ് വാല്യൂ എപ്പോഴാണ് അത് ഹൈ ആവുന്നത്? ഹൈ ആവുമ്പോൾ നമ്മൾ കറസ്പോണ്ടിങ് ഔട്ട് ബിക്കംസ് ലോ. ഓക്കെ. അതിൻ്റെ പെർട്ടിക്കുലർ സ്റ്റേജ് ആകുമ്പോൾ അത് ആദ്യം ഹൈ ആവുന്നുണ്ട്. നൗ coming to next mode, that is mode 2, which we call as rate generator. അപ്പം rate generatorൽ it is also called as divide by n counter എന്നും പറയും. And in this mode ഒരു n വാല്യൂ നമ്മൾ ലോഡ് ചെയ്ത് വെക്കും. ഒരു n വാല്യൂ ലോഡ് ചെയ്ത ശേഷം ആൻഡ് ആഫ്റ്റർ n-1 സൈക്കിൾ n വാല്യൂ ലോഡ് ചെയ്തിട്ട് അതിൽ ഇപ്പോൾ 5 ആണ് നമ്മൾ ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 5-1 അതായത് 4 സൈക്കിൾസിൽ ആഫ്റ്റർ 4 സൈക്കിൾസ് ദ ഔട്ട്പുട്ട് ബിക്കംസ് ലോ ഓൺലി ഫോർ 1 ക്ലോക്ക് സൈക്കിൾ. അതായത് ഇപ്പോൾ 5 ക്ലോക്ക് സൈക്കിൾ നമ്മൾ കൊടുത്താൽ 4 ക്ലോക്ക് സൈക്കിൾ കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഒരു 1 സൈക്കിളിൽ നമ്മൾ ഔട്ട്പുട്ട് ലോ ആയിരിക്കും. The count n is reloaded and again the output becomes high and remains so for n-1 clock pulses. പിന്നെ ആദ്യം നമ്മൾ n വാല്യൂ റീലോഡഡ് ചെയ്തിട്ട് നമ്മൾ ഔട്ട്പുട്ട് ഹൈ തന്നെയായിരിക്കും. അത് എത്ര വരെ റിമെയിൻ ഹൈ ആയിരിക്കും? n-1 ക്ലോക്ക് സൈക്കിൾ വരെ ഹൈ ആയിരിക്കും. അതാണ് അതിൽ പറയുന്നത്. ലാസ്റ്റത്തെ ഒരു സൈക്കിളിൽ മാത്രം ഔട്ട്പുട്ട് വാല്യൂ ലോ ആയിരിക്കും. ആൻഡ് ദി ഔട്ട്പുട്ട് ഇസ് നോർമലി ഹൈ ആണ്. ആഫ്റ്റർ initialization or even a low signal on gate input can force the output to go high. Basically output signal ഇതിൽ നോർമലി ഹൈ ആണ്. ഇഫ് ഗേറ്റ് ഗോസ് ഹൈ, ഇതിലിപ്പം നമ്മളെ ഗേറ്റ് സിഗ്നൽ ഹൈ ആവുന്ന കേസിൽ ദ കൗണ്ടർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇറ്റ് സ്റ്റാർട്ട്സ് കൗണ്ടിങ് ഡൗൺ ഫ്രം ദി ഇനീഷ്യൽ വാല്യൂ. ഗേറ്റ് എപ്പോഴാണോ ഹൈ ആവുന്നത് നമ്മളെ കൗണ്ടർ വാല്യൂ ഡിക്രിമെൻ്റ് ആയി കൊണ്ടുവെക്കും ഫ്രം ദി ഇനീഷ്യൽ വാല്യൂ. And the counter generates an active low pulse. ഒരു active low pulse generate ചെയ്യും at the output initially and after the count register is loaded with a count value. And if the gate is low, the output will be high and no counting will be performed. ഇതിൻ്റെ മറ്റൊരു ഇത് എന്നാൽ നമ്മൾ ഗേറ്റ് എപ്പോഴാണോ ലോ ആവുന്നത്
ആ ടൈമിൽ നമ്മൾ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ ഒരു കൗണ്ടിങ്ങും അവിടെ പെർഫോം ചെയ്യില്ല. ഓക്കെ, നൗ നമ്മൾ ഈ ഔട്ടിൻ്റെ വേവ് ഫോമിൽ കാണാം. ഇപ്പം 3 ക്ലോക്ക് സൈക്കിൾ ഉണ്ടെങ്കിൽ ആദ്യത്തെ 3-2 ക്ലോക്ക് സൈക്കിളിൽ നമ്മളുടെ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. ലാസ്റ്റത്തെ ഒരു സൈക്കിളിൽ അത് ലോ ആവുന്നുണ്ട്, പിന്നെ അത് ആദ്യം ഹൈ ആവുന്നുണ്ട്. ഓക്കെ, നൗ തേർഡ് മോഡ് ഈസ് ദി സ്ക്വയർ വേവ് ജനറേറ്റർ. സോ ഇൻ ദിസ് മോഡ്, ദിസ് ഈസ് സിമിലർ ടു മോഡ് 2. ഏകദേശം മോഡ് 2 പോലത്തെ സിമിലർ തന്നെയാണ്. എക്സെപ്റ്റ് ദി ഔട്ട്പുട്ട് റിമെയിൻസ് ലോ ഫോർ ഹാഫ് ഓഫ് ദി ടൈമർ പീരീഡ് ആൻഡ് ഹൈ ഫോർ ദി അതർ ഹാഫ് ഓഫ് ദി പീരീഡ്. അതായത് ഇതിൽ നമ്മൾ ഔട്ട്പുട്ട് പെർട്ടിക്കുലർ ഹാഫ് ടൈമിൽ അത് ഹൈ ആയിരിക്കും, പിന്നെ അതിൻ്റെ നെക്സ്റ്റ് ഹാഫിൽ അത് ലോ ആയിരിക്കും. This is accomplished internally by decrementing the counter by 2 on the falling edge of each pulse. അതായത് when the count n loaders is ഇപ്പം n-ൻ്റെ വാല്യൂ ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ then for the half of the count the output remains high and for the remaining half remains low. ഇപ്പം നമ്മൾ n-ൻ്റെ വാല്യൂ ഓഡ് ആണെങ്കിൽ n+1/2 അങ്ങനെയല്ലേ നമ്മൾ ഹാഫ് n/2 പൾസസ് ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും, പിന്നെ അതൊരു എന്താ അടുത്ത പൾസസിൽ അത് ലോ ആയിരിക്കും. അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യുക. നമ്മൾ ഈ ഔട്ട്പുട്ട് വാല്യൂ പകുതി ഹൈയും പകുതി ലോ ആകുമ്പം ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് നിങ്ങൾ ഈ ഫിഗറിൽ കാണുന്നത്. ഇപ്പം n=4 ആണെങ്കിൽ 4 ടൈംസ് അതിങ്ങനെ എന്താണ് നമ്മൾ കൗണ്ട് വാല്യൂ ഈവൺ അല്ലേ. അപ്പോൾ ഫസ്റ്റത്തെ രണ്ടിൽ എങ്ങനെയാണ് ഹാഫ് ഓഫ് ദ കൗണ്ട് വരെ അത് ഹൈ ആയിരിക്കും, പിന്നെ അത് ലോ ആയിരിക്കും. ഓക്കെ, and the fourth mode is, that is mode 4, which is the software triggered mode. അപ്പോൾ software triggered മോഡിൽ in this mode the output will remain high. ഇതിൽ നമ്മൾ ഔട്ട്പുട്ട് ഹൈ തന്നെയായിരിക്കും until the timer has counted to 0. ടൈമർ 0 ആവുന്നവരെ നമ്മൾ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും, at which the point the output will pulse low and then goes high again. അപ്പോൾ പർട്ടിക്കുലർ ടൈമിൽ അത് ലോ ആയിട്ട് പിന്നെ അത് ഹൈ ആവും. ആൻഡ് ദ കൗണ്ട് ഈസ് ലാച്ച്ഡ് വെൻ ദ ഗേറ്റ് സിഗ്നൽ ഗോസ് ലോ. എപ്പോഴാണോ ഗേറ്റ് സിഗ്നൽ ലോ ആവുന്നത് ആ ടൈമിൽ നമ്മൾ കൗണ്ട് ലാച്ച് ചെയ്യും. എന്ന് വെച്ചാൽ പർട്ടിക്കുലർ സ്റ്റോറേജിലേക്ക് കൊണ്ടുപോയി നമ്മൾ കൗണ്ട് വാല്യൂ സ്റ്റോർ ചെയ്യും. ഓൺ ദ ടെർമിനൽ കൗണ്ട് ദ ഔട്ട്പുട്ട് ഗോസ് low for 1 clock cycle and then goes high. ഒരു ഓൺ ദ ടെർമിനൽ കൗണ്ട് ലാസ്റ്റ് കൗണ്ടിൽ നമ്മൾ ഔട്ട്പുട്ട് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ലോ ആവും ഫോർ 1 ക്ലോക്ക് സൈക്കിൾ, പിന്നെ ആദ്യം ഹൈ ആവും. ഓക്കെ, ദിസ് ലോ പൾസ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ സ്ട്രോബ്. ഹിയർ ദ കൗണ്ടർ ഈസ് നോട്ട് റീലോഡഡ് ഓട്ടോമാറ്റിക്കലി. ടു റിപ്പീറ്റ് ദ സ്ട്രോബ് ദ കൗണ്ട് മസ്റ്റ് ബി റീലോഡഡ്. അപ്പോൾ ആ ഒരു സ്ട്രോബ് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കൗണ്ട് വാല്യൂ ആദ്യം ഇനീഷ്യലൈസർ സെറ്റ് ചെയ്യണം. ദിസ് ഈസ് ഓൾസോ കോൾഡ് സോഫ്റ്റ്വെയർ ട്രിഗേർഡ് സ്ട്രോബ് ആസ് ദ കൗണ്ട് ഡൗൺ ഇസ് ഇനീഷ്യേറ്റഡ് ബൈ എ പ്രോഗ്രാം. അതായത് ഇതിൽ ഈ ഒരു വേവ് ഫോമിൽ കാണാം. ഇപ്പം നമ്മൾ ഒരു വാല്യൂ 4 കൊടുക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഏതാ പൾസ് ടെർമിനേറ്റ് ആവുന്ന കേസിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ടെർമിനേഷൻ ടൈമിൽ നമ്മൾ ഔട്ട്പുട്ട് ലോ ആവും. അതാണ് ആ വേവ് ഫോമിൽ ഔട്ട്പുട്ട് ലോ ആയിട്ട് കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് ദി last mode is the mode 5, which is called as hardware triggered mode. അപ്പോൾ ഈ മോഡ് it is used to generate a delayed strobe. ഒരു പർട്ടിക്കുലർ ഡിലേ നടക്കാനാണ് ജനറേറ്റ് ചെയ്യാനാണ് ബേസിക്കലി ഹാർഡ്വെയർ ട്രിഗേർഡ് മോഡ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദിസ് മോഡ് is similar to 4 except that the counting is initiated by a signal at the gate input, which means it is a hardware triggered ഇൻസ്റ്റെഡ് ഓഫ് സോഫ്റ്റ്വെയർ ട്രിഗേർഡ്. മോഡ് 4 എന്താണ് പറയുന്നത് വെച്ചാൽ ഒരു സോഫ്റ്റ്വെയർ ത്രൂ ആണ് നമ്മൾ ഗേറ്റ് ഇൻപുട്ടിനെ ട്രിഗർ ചെയ്യുന്നത്. ബട്ട് ഹിയർ ഒരു ഹാർഡ്വെയർ ത്രൂ ആണ് നമ്മളിതിനെ ട്രിഗർ ചെയ്യുക. ആഫ്റ്റർ ഇറ്റ് ഈസ് ഇനീഷ്യലൈസ്ഡ്, പർട്ടിക്കുലർലി ഇനീഷ്യലൈസ് ചെയ്ത ശേഷം നമ്മൾ ഔട്ട്പുട്ട് ഹൈ തന്നെയായിരിക്കും. ആൻഡ് വെൻ ദ ടെർമിനൽ കൗണ്ട് ഇസ് റീച്ച് ദ ഔട്ട്പുട്ട് ഗോസ് ലോ ഫോർ 1 ക്ലോക്ക് സൈക്കിൾ. നേരത്തെ പോലെ തന്നെയാണ്. ആദ്യം തന്നെ നമ്മൾ
ഔട്ട്പുട്ട് സിഗ്നൽ ഹൈ തന്നെയായിരിക്കും. ലാസ്റ്റത്തെ ടെർമിനേറ്റഡ് ആ വേവ് ഫോമിൽ കാണാം, ലാസ്റ്റത്തെ 0 കണ്ടീഷൻ എത്തുമ്പോഴായിരിക്കും അത് ലോ ആവുന്നത്. ഓക്കെ, so this is all about different modes of 8254. So thank you.